ഹായ് ഗൈസ്, നമ്മളങ്ങനെ കൊടൈക്കനാൽ യാത്ര പോസ്റ്റ് ചെയ്തതിന് ശേഷം അല്പം ലേറ്റായിപ്പോയി. ജോലി തിരക്ക് കാരണം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളങ്ങനെ തായ്ലൻഡിൽ പോയി വന്നായിരുന്നു. ഇപ്പം 1 മന്ത് ആവുന്നു ഇപ്പോൾ നമ്മളതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മൾ ഇവിടെ നിന്നുള്ള ജേണി തൊട്ട് ഡേ 1 ആണ് ഇവിടെ ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഗൈസ്, ഞങ്ങളങ്ങനെ തായ്ലൻഡ് യാത്രയ്ക്ക് വേണ്ടി എയർപോർട്ടോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അളിയനും ഞങ്ങളും പൊന്നൂസും എല്ലാം ആണ്. ഒന്നും ഹായ് കാണിച്ചേടി. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വഴിയെ ഞങ്ങൾ നൽകുന്നതാണ്. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി നമ്മുടെ ടീമിനെ പരിചയപ്പെട്ടു. സീസണൽ ട്രിപ്സാണ് നമ്മുടെ ടൂർ പാക്കേജ്. അപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ടു. നമ്മളങ്ങനെ എയർപോർട്ടിനകത്തോടെ കയറുകയാണ്. നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ഗേറ്റിനവിടെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് എൻ്റർ ചെയ്താൽ പോവുകയാണ്. നമ്മൾ ബോർഡിംഗ് പാസൊക്കെ എല്ലാം ഗേറ്റ് കാണിച്ചു. ഇപ്പോൾ നമ്മളിങ്ങനെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നു. നമ്മൾ ഫ്ലൈറ്റ് കയറി. തായ് എയർ ഏഷ്യ ആയിരുന്നു ഫ്ലൈറ്റ്. ചെറിയൊരു വിഷമമുണ്ടായ നമ്മുടെ സീറ്റ് സെയിം റോ തന്നെയാണ്, പക്ഷേ 2 സൈഡിലായിട്ടാണ് കിട്ടിയത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ജേണി ആയിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിയുടെ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് യാത്രയാവുകയാണ്. അപ്പം ഇനി തായ്ലൻഡിൽ. അപ്പം എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങി കേട്ടോ. ബാങ്കോക്ക് എയർപോർട്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളുടെ ക്യാബ്, നമുക്ക് ഈ 5 ഡേയ്സ് നമ്മുടെ ജേണിക്ക് ക്യാബാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ക്യാബിൽ കയറി. നമ്മുടെ ടീമെല്ലാം ക്യാബിൽ അങ്ങനെ കയറി. നമ്മളുടെ ടൂർ മാനേജറൊക്കെ അവിടെ നിൽപ്പുണ്ട് പുറത്ത്. അപ്പം നമ്മളിനി പട്ടായയിലോട്ടാണ് പോകുന്നത്. ബാങ്കോക്കിൽ ഇറങ്ങിയിട്ട് പട്ടായയിൽ പോയിട്ട് 3 ഡേയ്സ് അവിടെ കവർ ചെയ്തിട്ട് പിന്നെ തിരിച്ച് ബാങ്കോക്ക് വന്നിട്ട് ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മുടെ പാക്കേജ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടുത്തെ റോഡെന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾ എക്സ്പ്രസ് ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമുക്ക് 150 കിലോമീറ്റേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ 2.5 hours കവർ ചെയ്യുമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മുടെ നാട്, എക്സാക്ട്ലി നമ്മുടെ നാട്, അതാണ് തായ്ലൻഡിൽ പോയി ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലോട്ട് പോകുന്ന ഒരു ഭാഗത്തുനിന്ന് ഇതുവരെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായേക്കുന്നത്. നല്ല ഗ്രീൻ ഏരിയ, പിന്നെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മാനേജ് ചെയ്തേക്കുന്നത്. ഓരോ 5 കിലോമീറ്റേഴ്സ് നമുക്ക് ഓരോ ഗ്യാസ് സ്റ്റേഷൻസ് കാണാം. പിന്നെ അതിൻ്റെ കൂടെ 7-Eleven നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ കയറി സാധനമൊക്കെ വാങ്ങിക്കാം. എല്ലാം പ്രോപ്പർലി മാനേജ്ഡാണ്. നമ്മുടെ നാടും ഇപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ ഓവേഴ്സും എക്സ്പ്രസ് ഹൈവേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിന് താമസിക്കാൻ നമ്മുടെ നാടും ഇങ്ങനെ ആവും. കണ്ടോ, ലേക്സും. ശരിക്കും നമ്മളുടെ ഒരു എറണാകുളം സൈഡ് പോലെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി ടൈഗർ ടോപ്പി എന്ന റെസ്റ്റോറൻറ്റാണ് കയറിയിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് നമുക്ക് ടൈഗർ ഷോയോ ക്രോക്കഡൈൽ ഷോയോ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ ടൈഗേഴ്സിനെ കാണാം. ആ ഒരു ഗ്ലാസ് ഏറിയാണ്. 2 സൈഡും ടൈഗേഴ്സിനോട് കവേർഡാണ്. ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ടൈഗേഴ്സും ഉണ്ട് അവിടെ തന്നെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഇലക്ട്രിക് ക്യാബ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാർക്കിനകത്തോട്ട്. അങ്ങനെ നമ്മൾ ക്യാബിന് പാർക്കിനകത്തോട്ട് പോയി. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിക്കറയും കണ്ടപ്പോൾ ആദ്യം കണ്ടതൊരു ടൈഗർ കബ്ബാണ്. അപ്പോൾ എല്ലാവരും സബാത്തിക്ക എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ടൈഗറിൻ്റെ കൂടെ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. പക്ഷേ ഇതിന് ശേഷം നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ എടുക്കാനുള്ള സെഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ജസ്റ്റ് സെൽഫി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ആ പാർക്കിൻ്റെ അകത്ത് അവർ മെയിൻലി ചെയ്തിരിക്കുന്ന ഒരു സംഭവം കേട്ടോ. നമ്മളിപ്പോൾ ഒരു സൂവിലൊക്കെ പോയാൽ നമുക്ക് ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊന്നും ഐറ്റം കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഗവൺമെൻറ് അല്ല കേട്ടോ, ഇത് പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ളൊരു പാർക്കാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതായിരിക്കും എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടേക്കുന്നത്. എല്ലാം ക്ലീനാണ്. നമുക്ക് ഇവിടുന്ന് നമുക്ക് 2 ഷോസ് നമുക്കിവിടെ ഉണ്ട്, ടൈഗർ ഷോയും ക്രോക്കഡൈൽ ഷോയും. അപ്പോൾ നമ്മളങ്ങനെ ക്രോക്കഡൈൽ ഷോയിൽ ആണ് ഫസ്റ്റ് ഷോ നമുക്ക് സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത്. നമ്മളപ്പം ക്രോക്കഡൈൽ ഷോയിന് കാണാൻ കയറുകയാണ്. നല്ല രസമുണ്ട് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് കാണാനൊക്കെ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ ഓർത്തിനി ഈ ഇൻസ്ട്രക്ടേഴ്സ് ക്രോക്കഡൈൽസിനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. ഒന്നിനും അവിടെ കാണാനില്ലായിരുന്നു. പക്ഷേ അവർ വന്ന് വെള്ളത്തിൽ ഇറങ്ങി കമ്പ്യൂട്ടർ 2 കുത്തിയപ്പം ഓരോന്നോരോന്നായിട്ട് കയറി വരുന്നുണ്ട്. നല്ല സൈസുള്ള ക്രോക്കഡൈൽസാണ്. എല്ലാം വെൽ ട്രെയിൻഡ് കേട്ടോ. ഈ ഇൻസ്ട്രക്ടേഴ്സ് കാണിക്കുന്ന ഓരോ ആക്ടിവിറ്റി, വായി കൈയിടുക, തലയിടുക, ഈ വക പരിപാടിയൊക്കെ ചെയ്തിട്ട് നല്ല ഡേഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റീസാണ്. പക്ഷേ പ്രോപ്പർലി ട്രെയിൻഡാണ്. ആർക്കൊന്നും പറ്റിയില്ല ഞങ്ങൾ ഈ ഷോ കണ്ടപ്പം. ഇനി എപ്പോഴും അങ്ങനെ ആണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ ക്രോക്കഡൈൽ ഷോ കണ്ടു. നൈസായിരുന്നു. ഒരു 30-35 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് വർത്ത് ടൈം ആയിരുന്നു. കാരണം നമ്മളിങ്ങനെ ക്രോക്കഡൈൽ ഷോ നമ്മുടെ നാട്ടിൽ നമുക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ ക്രോക്കഡൈൽ ഷോ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയുള്ളത് ടൈഗർ ഷോ. ഇതതിൻ്റെ ആ ഇൻസൈഡ് ഏരിയ കേട്ടോ. ക്രോക്കഡൈൽ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ ടൈഗർ ഷോയിലോട്ട് പോകുന്ന ആ ഭാഗത്തെ ഒരു വ്യൂ ആണ് ഇപ്പം കാണിക്കുന്നത്. നമ്മുടെ ടീമൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം നല്ലൊരു ടീമാണ് നമുക്ക് കിട്ടി കേട്ടോ. അറൗണ്ട് 41 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു ടീം, എല്ലാവരും നല്ല കോപ്പറേറ്റീവായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് ടൈഗർ ഷോയ്ക്ക് വന്നു. ടൈഗർ അണ്ണന്മാർ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അവർ 3 ടൈഗേഴ്സ്, തായ്ലൻഡ് ടൈഗേഴ്സും
പിന്നെ 3 ബംഗാൾ ടൈഗേഴ്സാണ് ഉള്ളത്. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് ബംഗാൾ ടൈഗേഴ്സാണ്. അത് കുറച്ച് സൈസൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ ബംഗാൾ ടൈഗേഴ്സിൻ്റെ. കുറച്ചുകൂടെ വലിയ ടൈഗേഴ്സാണ് ബംഗാൾ ടൈഗേഴ്സ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ടൈഗർ ഷോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ പഠിപ്പിക്കും എന്നൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. പക്ഷേ എനിക്കത് മനസ്സിലായത് അവർ ഓരോ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമ്പോഴും ഇവർക്ക് ഇങ്ങനെ മീറ്റ് സെർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഓരോ ആക്ടിവിറ്റിയും പേഷ്യൻ്റായിട്ട് അവർ ചെയ്ത് തീർത്താൽ അവർക്ക് ഒരു ഫുഡ് കിട്ടുമെന്നൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇവരിതെല്ലാം ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ടോ, നമുക്ക് കാണാൻ കഴിയും വീഡിയോയിൽ. അപ്പം എല്ലാം റിസ്ക്കി ആയിട്ടുള്ള ആ റോപ്പേ കൂടെ പോകുന്നതൊക്കെ ഭയങ്കര റിസ്ക്കി, മീൻസ് അവർക്കത് അതുപോലെ ട്രെയിൻഡാണ്. അപ്പം അവിടുത്തെ ടീം അതുപോലെ വെൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് അവർക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ടൈഗേഴ്സിൻ്റെ ഫോട്ടോ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ പോയി ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു. എല്ലാവരും ടയേർഡായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങനെ അന്നേരം ഫോട്ടോ എടുക്കാനൊന്നും പോയില്ല. കാരണം നമ്മൾ എക്സ്ട്രാ ബാത്ത് പേ ചെയ്തിട്ടുണ്ട് ടൈഗറിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ 250 തായ് ബാത്ത് പേ ചെയ്ത് നമ്മൾ ചെയ്യുന്ന ടൈഗറിൻ്റെ കൂടെ നിന്നുള്ള ഫോട്ടോ എടുപ്പ്. അപ്പോൾ ഇവിടുത്തെ കറൻസി അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, തായ് ബാത്താണ്. നമ്മൾ കൺവേർട്ട് ചെയ്താണ് നാട്ടിൽ നിന്ന് വന്നത്. 1 ബാത്ത് എന്ന് പറയുന്നത് ഏകദേശം 2.5 സംതിങ് ആണ്. അപ്പോൾ ഇവിടെ 250 തായ് ബാത്ത് കൊടുത്തിട്ടാണ് ടൈഗറിൻ്റെ റോൾ ഈ ഒരു സംഭവം. അപ്പോൾ നമ്മൾ വാലയെ പിടിച്ച് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ടർ പറഞ്ഞു അതിൻ്റെ കൂടെ കിടന്ന് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ടൈഗർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി നമ്മൾ നാഷണൽ ആനിമൽ ആയതുകൊണ്ട് നമ്മളങ്ങനെ ടൈഗറിൻ്റെ അടുത്തൊന്നും നമുക്ക് പോകേണ്ട അവസരമില്ലല്ലോ. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ എല്ലാ ഇന്ത്യക്കാർക്കും നാഷണൽ ആനിമലിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള അവസരമുണ്ട്. ആശയ ഭയങ്കര സിമ്പിളായിട്ടൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത്. ടൈഗറിന് തെള്ളിമായിട്ടൊക്കെയാണ് കിടന്നത്. നമുക്കങ്ങനെ ചെയ്യാൻ ഒരു പേടിയുണ്ട്. അന്നേരം അവർ കാണിച്ച പോലെ തന്നെ അല്പം ധൈര്യമൊക്കെ സംഭരിച്ച് ഞാനത് ചെയ്തു. യെസ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സ്മൂത്ത് ബോഡി, തൊടാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ വാല് നല്ല ഹെവിയാണ്. വാലെടുത്തപ്പോൾ നല്ല വെയിറ്റായിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് റിയയും സെയിം ഒരു സാധനം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു. നല്ലൊരു രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ റിയ കൂടെ കിടക്കുമെന്നുള്ളത് അത് വേണ്ടാന്ന് പറഞ്ഞാൽ റിസ്ക്കി ആയിട്ടുള്ളതുകൊണ്ട് നമ്മളത് ചെയ്തില്ല. പകരം വാലെടുത്ത് കൈ പിടിച്ചു. നല്ലൊരു 30 മിനിറ്റ്സ് ആയിരുന്നു കേട്ടോ ടൈഗറിനോട് സ്പെൻഡ് ചെയ്തത്. അതിനിപ്പോൾ ഇതിന് 250 തായ് ബാത്ത് ടൈഗറിനോട് പെർ ഹെഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടൈഗർ ടോപ്പിയ സൂവിൽ നിന്ന് ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ആക്ടിവിറ്റീസ് കേട്ടോ. ഇവിടുത്തെ ആക്ടിവിറ്റീസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഇലക്ട്രിക് ക്യാബിൽ നമ്മൾ വന്ന ബസ്സിലോട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കാണുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ മരങ്ങളും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ക്യാബിന് ബസ്സിലോട്ട് പോവുകയാണ്. ഇന്നിപ്പം പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് രാവിലെ ഒന്നുമില്ല. ഇനി വൈകിട്ട് നമുക്കൊരു ബുദ്ധയുണ്ട്. കാരണം ഈ തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിസ്റ്റ് കൺട്രി ആണല്ലോ. ഇവിടെ എറൗണ്ട് 60,000+ ബുദ്ധ ടെമ്പിൾസ് ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പം ഏതൊരു ജംഗ്ഷനിലും ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ നമുക്കൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണാം. ഇവിടെ ബുദ്ധിസമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ മൈനോറിറ്റിയാണ് ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, പിന്നെ ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം മൈനോറിറ്റിയാണ്. ബുദ്ധിസ്റ്റ് ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ അന്ന് ഉച്ചയ്ക്ക് നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഇറങ്ങി നമ്മളിങ്ങനെ ഈ ബുദ്ധയെ കാണാൻ എത്തി. ഇത് പട്ടായ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് പട്ടായയുടെ വ്യൂ ഒക്കെ കാണാം. അത് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ഏരിയയാണ്. നല്ലൊരു ക്ലീൻ ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അങ്ങനെ നമ്മൾ ആ ബുദ്ധയുടെ നമുക്ക് ആ ഒരു എക്സ്ട്രീം എൻഡിൽ പോയി നമുക്ക് പട്ടായ ബീച്ചും പട്ടായ സിറ്റിയൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒത്തിരി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് നേരം നിന്നു. നമ്മളവിടെ നിന്ന് തന്നെ ആ ഒരു പട്ടായ വ്യൂ ഒക്കെ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് ഡേ 1 നമ്മളങ്ങനെ റാപ്പപ്പ് ചെയ്തു. നമുക്ക് റൂമിൽ ചെന്നിട്ട് നമുക്ക് ഫുഡുണ്ട്. അപ്പം എല്ലാം നമുക്ക് കേരള ഫുഡും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് കേട്ടോ. അപ്പം നൈസായിരുന്നു. ഡേ 1 തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് അത്യാവശ്യം നൈസായിട്ട് തോന്നി. കാരണം നമുക്ക് പാക്കേജ് എടുത്ത് വന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഏരിയ തപ്പി പിടിച്ചു. ഇപ്പോൾ പാക്കേജ് എടുത്ത് വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഫസ്റ്റ് ഡേ എന്തായാലും കിടന്ന് ഉറങ്ങും. ഇത് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഇന്ന് നമുക്കുള്ള ഈ ബുദ്ധ കഴിഞ്ഞിട്ടുള്ള നമുക്കൊരു ലാസ്റ്റ് പരിപാടി നമുക്ക് അൽക്കസ ഷോ. ഇതാണ് ലാസ്റ്റ് പ്രോഗ്രാം. ഞാൻ ഓൾറെഡി റാപ്പപ്പ് ചെയ്തെന്നാണ് പറഞ്ഞത്. അല്ല, അൽക്കസ ഷോ ആണ് ലാസ്റ്റ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ടൈം കിട്ടിയോണ്ട് നമ്മളവിടുത്തെ മാർക്കറ്റിൽ പോയി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ലുലുമാൾ പോലൊക്കെ ഉള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലെ സെറ്റപ്പാണ് അവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ. എല്ലാം നീറ്റാണ്. ഫ്രൂട്ട്സും മെയിനായിട്ട് അവിടുത്തെ ഫ്രൂട്ട്സ് ആട്ടോ. തായ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാ ഫ്രൂട്ട്സും മാംഗോ ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നൈസായിരുന്നു. ഇതുണ്ട് ക്രോക്കഡൈൽ മീറ്റ്. ക്രോക്കഡൈൽ നല്ല ടേസ്റ്റിയാണ്. ആര് പോയാലും ടേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ മലയാളീസിന് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റമൊക്കെ ഉണ്ട്. അതായത് വണ്ട്, ചീവീട്, പിന്നെ തേള്, പിന്നെ തവള. ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പോയി മാംഗോ ടേസ്റ്റ് ചെയ്തു. അവിടുത്തെ മാംഗോ എന്നൊക്കെ പറഞ്ഞാൽ റിയലി ടേസ്റ്റി, നല്ല ജ്യൂസി ആയിട്ടുള്ള മാംഗോസാണ്. പിന്നെ കുറച്ച് ഫ്ലവർ ഷോപ്സ്,
കിഡ്സിൻ്റെ കുറച്ച് ആക്സസറീസ്, ഇതെല്ലാം എല്ലാ കിഡ്സിന് പറ്റിയ ടോയ്സും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ശരിക്കും ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയൊരു ഫീൽ. എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ. സ്ക്വിഡ്, ഫിഷ്, പിന്നെ ചിക്കൻ കബാബ്സ്, അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ഏതാണ് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും. അങ്ങനെ ഞങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് മാർക്കറ്റിൻ്റെ ഔട്ട് സൈഡിലുള്ള വ്യൂ ആണ്. കണ്ടാൽ മനസ്സിലാവും എന്ത് നീറ്റ് ആൻഡ് ക്ലീനാണ്. ഒരു ബഹളവും ഇല്ല, സ്മെല്ലില്ല, നല്ല ഫ്രഷ് എയർ. പിന്നെ അവിടെ നമ്മൾ ജ്യൂസ് കുടിക്കണം, ഫ്രഷ് ജ്യൂസ്. എല്ലാം കൊണ്ടും ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതായിരുന്നു ഈ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അൽക്കസാർ ഷോയിൽ കയറി. അൽക്കസാർ ഷോ ആണ്, ഇത് വേൾഡ് ഫേമസ് ആണ് അൽക്കസാർ ഷോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഷോ എല്ലാ രാജ്യത്തിനും 8 കൺട്രീസ് റെപ്രസെൻറ്റ് ചെയ്ത് ഓരോ രാജ്യക്കാർ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒക്കെയാണ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അവിടുത്തെ ഇതെല്ലാം ഈ ആക്ട് ചെയ്യുന്ന ആൾക്ക് എല്ലായിടത്തും ലേഡി ബോയ്സ് ആണ്. അല്ലാതെ ഇത് വുമൻസ് അല്ല, ലേഡി ബോയ്സ് ആണ് മെയിനായിട്ടും. പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല അവർ അങ്ങനെ. നമുക്ക് കണ്ടാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നതും കാര്യങ്ങളും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങി അവരുടെ ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. അവരുടെ കോസ്റ്റ്യൂമൊക്കെ തന്നെ എന്ത് നൈസാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂമാണ്. ഇത് ആക്ച്വലി ഒരു തിയേറ്റർ പോലത്തെ ഒരു സെറ്റപ്പാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേജ് ആഡ് ചെയ്യാനും ഒക്കെ ഓരോ സ്ക്രീൻസാണ്. അപ്പോൾ ഓരോ കൺട്രീസും ട്രഡീഷൻസ് സ്ക്രീൻസ് ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യുകയും. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാം കേട്ടോ. ഇതിന് ഏകദേശം എനിക്ക് നല്ല റേറ്റാണ് ടിക്കറ്റിന്. 1 ടിക്കറ്റിന് എത്ര ഭാഗത്ത് ഞാൻ ഓർക്കുന്നത്, നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതിപ്പം ഓരോ കൺട്രീസും എനിക്ക് തായ് കൾച്ചറിൽ തന്നെയുള്ളൊരു കൾച്ചറൽ ഡാൻസാണ്. അത് കഴിഞ്ഞിട്ട് ചൈനയുണ്ട്, ഇത് ചൈനീസാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ടയേർഡാണ്, ഫുള്ളി ടയേർഡാണെങ്കിലും ഇത്ര ഒരു കളർഫുള്ളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മളെല്ലാവരും ഇത് കണ്ടു. ഇല്ല സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഈ ഒരു പരിപാടി കാണാൻ നമ്മൾ ഉറങ്ങിപ്പോയേനെ. പക്ഷേ എത്ര ടയേർഡാണ്, എല്ലാവരും അത് എൻജോയ് ചെയ്തു കേട്ടോ. വളരെ മനോഹരമായിരുന്നു. അങ്ങനെ നമ്മുടെ Day 1 അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.